ഒരൊറ്റയടി ഞാൻ വെച്ചേരും കേട്ടോ. വെറുതെ ഓടുന്നു പറഞ്ഞ് മനുഷ്യനെ വട്ടാക്കാൻ. തമാശയല്ലേടി, കാര്യമായിട്ട് പറഞ്ഞു തന്നെയാ. ഓ പിന്നെ വലിയൊരു കാര്യം പറിച്ചില്. വേറെ പണിയില്ലേ? അതോ പലിശക്കാരാ? അത് നമ്മളെ ശ്രീദേവിയാ. മറ്റേ പെണ്ണോ? അതേതോ ചെക്കനാ. ഇന്നിങ്ങോട്ട് വരട്ടെ, അവിടെ പഠിപ്പ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതന്നെ. എടി നിന്റെ അച്ഛനല്ലേ ഇത്? എവിടെ? ഇതാ പോണു. പിടിക്കടാ. അയ്യോ എന്റെ അച്ഛൻ തന്നെയാ. നമ്മളെ കണ്ടോ ആവും. ഞാൻ ഒന്ന് വേഗം ചെല്ലട്ടെ. ഇതിനൊരു എളുപ്പവഴി നാളെ എപ്പോഴാ? രാവിലെ. നേരത്തെ നിനക്ക് ക്ലാസ് ഇല്ലേ? ഉണ്ടായിരുന്നു, നേരത്തെ കഴിഞ്ഞു. നീ അല്ലേ കഞ്ഞി വേണമെന്ന് പറഞ്ഞത്? വേണമെങ്കിൽ വന്ന് കഴിച്ചോ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഇപ്പൊ വരാം. ഓ ഏത് നേരത്തെ മുടിഞ്ഞൊരു അഴിച്ചുപണി. എത്ര കാലായി തുടങ്ങിട്ടെന്ന് അറിയട്ടെ. ഇന്നത്തോടെ ഞാനിത് നിർത്തും. ഒരു പ്രേമം മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. ഉരുമ്പട്ടോൾ കൊണ്ടേ ഉരുമ്പട്ടോൾ. എന്താ വളർത്തടി മക്കളെ, ലാളിച്ച് വളർത്തി ഉണ്ടാക്കണേ. സത്യം പറയുമ്പോ എന്റെ വെക്കിട്ടുകാരിലല്ലേ തള്ളയും മക്കളെയും പണി. നിങ്ങൾ എന്താ പറയണത്? ആരുടെ കാര്യം പറയണത്? ഇവിടെ ഒരുത്തിയുടെ ട്യൂഷനെ കണ്ണിക്കണ്ടോമാരുടെ കൂടെ മരത്തിന്റെ ചോട്ടിന്നാ. 4 അക്ഷരം അറിഞ്ഞിരുന്നാ നല്ലതെന്ന് കരുതി വിട്ടതാ. നിർത്തി പഠിപ്പും മണ്ണാങ്കട്ട ഇന്നത്തോടെ നിർത്തി. ഇനി അവള് പരത്തട്ടപ്പം പപ്പടം. പഠിപ്പ് നിർത്താൻ മാത്രം ഇവിടെ ഒരു വഴക്കായി ഉണ്ടായിട്ടില്ല. അവളെ എന്റെ മോണാ. അതാ കുഴപ്പം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടടി. പച്ച പുള്ളിയുള്ള ചുരിദാറിട്ട് ഏതോ ഒരുത്തന്റെ കൂടെ മരത്തിന്റെ ചോട്ടി നിൽക്കണു. നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? അവളെ ക്ലാസ് കഴിഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി. അവൾ അവിടെ ഇരുന്ന് പഠിക്കേ. ശ്രീദേവി മോളെ. എന്താ അമ്മേ? മോളോട് വന്നേ. എന്താ? എടാ ചന്തു, എന്താ മാമ? നിനക്ക് കണ്ണ് വല്ല കുഴപ്പമുണ്ടോ? കന്നിക്കേതുണ്ടായിരുന്നു, ഇപ്പൊ മാതി. ഇതെത്രയാ? 10. ഇതോ? അത് അമ്മാവൻ തന്നെ പതാ. നമ്മൾ അവിടെ കണ്ടത് ഇവളെ തന്നെയല്ലേടാ? അല്ലാന്ന് തോന്നുന്നു. ഇത്ര പൊക്കമില്ല, വണ്ണം കുറച്ച് ജാസ്തിയാ. പപ്പതത്തിന്റെ നടാ. അത് വേറെ വല്ല പെണ്ണുങ്ങൾ വരച്ചു. കണ്ണും കടുപ്പില്ലാണ്ട് നടക്കുക. പോയി വല്ല കടലട്ടം കണ്ട് കണ്ണ് കണക്കി വലിക്കുക. കുട്ടിയെ കുറ്റം പറഞ്ഞ് നടക്കുക. പോട്ടക്കണ്ണെ. ഞാൻ കുഴഞ്ഞു. മാവ് കുഴക്കത്തെ. നീ കുഴയ്ക്ക. കണ്ണ് വായിക്കാമോ? എന്തോ ഇഴഞ്ഞു നീങ്ങണു. ഇപ്പൊ വായിക്കാമോ? പറ്റണില്ല. വായിക്കൂ. പറ്റണില്ല. അക്ഷരം അറിയാമോ? അറിയില്ല. ഇപ്പൊ കാണാമോ? കാണാം. നിങ്ങൾക്ക് വ്യക്തമായി കാണാമോ? വ്യക്തമായി കാണാം. ഓക്കെ. എപ്പ തരും? ഒരാഴ്ചയാവും. എത്ര രൂപയാവും? 1800. ഇയാളേത് നേരെ നോക്കി നടക്കണോ? ഈ പഴം എന്താ വില? പഴം ഇവിടെ അല്ല, ആ കടയില. ഓ പഴഞ്ചെരിപ്പാ. എന്താ ഇത്? എന്ത് വേണ്ട? ഒരു പഴം, ഒരു സോഡ. ഇതെന്താ പഴം ചോദിച്ചപ്പോ പടവലങ്ങാ തന്നത്? അത് പഴം തന്നെയാ, റോബസ്റ്റാ. ഓ ഇത്ര നീളം.
സുലൈമാനെ രാഘവന് ചായ കൊടുത്തേ. ആ അതാ അടുക്കണ്. മധുരം ഇട്ടിട്ടില്ലല്ല. നിങ്ങക്ക് ഷുഗർ ആന്ന് ഞമ്മക്കറിയൂലേ? അല്ല നിങ്ങളെ മുതലാളി ഇതാ വരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ല. ഇത് എവിടെയാണ്? വരും, വരാതിരിക്കില്ല. അവിടെ ഒരു 100 കൂട്ടം ബിസിനസ്സുമായിട്ട് കറങ്ങി നടക്കയില്ലേ. ആ തിരക്കിന്റെ ഇടയിൽ മാറി കുറച്ചു ദിവസം നാട്ടിൽ വന്ന് നിൽക്കാന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല. പിന്നെ എങ്ങനെ വരിക? വിമാനമൊക്കെ കയറി വരണ്ടേ? അത് രാഘവൻ പറഞ്ഞത് വാസ്തവം. എന്തോ രാഘവൻ പറഞ്ഞത് വാസ്തവം. അങ്ങേര് വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി എനിക്ക് വച്ചിട്ട് ഒക്കെ ഉണ്ടാവൂടോ. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അപ്പൊ ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണേ. ഓ നിങ്ങളെയല്ല വിളിച്ചത്, പളനിമല ആണ്ടവനെയാ. ആ അയ്യോ പാവം. ആ പിച്ചക്കാരന് വല്ലതും കൊടുത്തുട്ടേക്കാ പോക്കരെ. ഈറ്റിങ്ങളെ കൊണ്ടുള്ളൊരു ശല്യം. നേരം വെളുത്തിട്ട് എത്രാമത്തെ തെണ്ടിയാ വരുന്നെന്നറിയോ? പകല് തെണ്ടുക, രാത്രി കക്ക. ഒക്കെ കള്ളന്മാരാ. ആ കണ്ണട കണ്ടില്ലേ? വെറുതെ വെച്ചെടുക്കാ തെണ്ടി. ഞാൻ തെണ്ടിയല്ലടാ തെണ്ടി. എന്നെ തെണ്ടിന്ന് വിളിച്ചാണ്ടല്ല, ഭിക്ഷക്കാരാ നോക്കൂലൻ. പരിപ്പട കറി ഞാൻ പറഞ്ഞേക്കാം. എന്റെ അപ്പനിട്ടെറി. ഞാൻ മേലായി തന്നെ മനസ്സിലായോ? നിന്റെ നമസ്കാരം. പടച്ചോനെ അനക്ക് ഇത് എന്താ പറ്റിയേ? പറ്റി കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലായി. എന്നിട്ട് പട്ടി എവിടെ? നീ പോടാ പച്ചന്തേ. എന്താ ഉണ്ടായത് പറ വേല ഇതാ. പറയാവേ, കടുപ്പം കൂട്ടി ഒരു ചായ തരിക. കഴിക്കാൻ നല്ല മുരിഞ്ഞ പരിപ്പോടെ എടുക്കട്ടെ. ചവയ്ക്കാൻ വയ്യടോ. ഒരു നേന്ത്രപ്പഴം തരിക. ശരിക്കും എന്താ സംഭവിച്ചത്? ശരി. മാലതി, രാഗിണി ചേച്ചി, ഏതാ പുതിയ രണ്ടെണ്ണം? മൂത്രമൊഴിക്കാനും മുട്ടിട്ട് പാടില്ല. നോക്കി നടക്ക്, കല്ലെ തട്ടി വീഴണ്ട. നിങ്ങൾക്ക് ചുമയുണ്ടോ? നിന്നെ ചുമക്കണുണ്ട്. എന്റെ അമ്മേ, അരക്കം വേലായതിനല്ല വരുന്നത്. കാല് സ്ലിപ്പാകല്ലേ ഈശ്വര. ആ പലിച്ചക്കാരും കുഞ്ഞുണ്ണിയാരും ആൾക്കാരും വരുന്നുണ്ട്. തവിടെയല്ല ഇവിടെ. ഈ വഴിക്കാന്നോ? അവരിതുവഴിയാ വരുന്നത്. എന്തായാലും നമ്മളെ കണ്ടിട്ടില്ല. അപ്പൊ നീ നടന്നോ? പലിശ ചോദിച്ചാ ഞാൻ വീണ്ടും കാറടിച്ച് ആശുപത്രിയിലാണെന്ന് പറയൂ. നിങ്ങൾ എങ്ങോട്ടാ? പൊന്തക്കാട്ടിൽ ദേ, ഒളിക്കാൻ. ഈ ലാക്കിന് വല്ല ഷാപ്പിലും കയറി 4 കാലം വീട്ടിൽ എത്തിയ കോലൊടിക്കും ഞാൻ. ഇനി അതും കൂടെ ഒടിയാനുള്ളൂ. മുടിയാനായിട്ട് നീ പോ. ഓ, പലിശക്കാരൻ കുഞ്ഞുണ്ണിയല്ല, അവന്റെ താത്ത മണ്ണുണ്ണി വന്നാ പോലും ഈ വേലായുധന്റെ രോമം പിഴാൻ പറ്റില്ല. വേലാതം വീട്ടിലുണ്ടോ? ഇല്ല, സുഖമില്ലാണ്ട് ആശുപത്രിയിൽ ഇരിക്കുക. അവൻ ആശുപത്രി വരട്ടെ. എവിടെ കണ്ടാലും ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വരണം. കൊടുത്ത കാശ് കിട്ടുമോന്ന് നമുക്കൊന്നും അറിയണമല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പോയി നോക്കട്ടെ ആസ്പത്രിയില്. ഇത് മഴ പെയ്യണോ? ഇല്ലല്ലോ. ഒരു ഉപ്പുരസം. എന്താ മരപ്പെട്ടി താമസമാക്കിയിട്ടുണ്ടോ? ഒന്നും കാണാനും പറ്റില്ല. എന്തായാലും മുതലാളി ഇങ്ങോട്ട് വന്നോട്ടെ. ബാക്കി കാര്യമൊക്കെ പിന്നെ എന്താ വേല ഇതാ. വീട്ടിൽ ഇതിനൊന്നും സൗകര്യം ഇല്ലേ? ഹേയ്, തൂറിയതൊന്നുമല്ല. പിന്നെ ഒളിച്ചതാ രക്ഷപ്പെടാൻ. എന്നെ ഭയങ്കര പേടിയാ. നീ പോടാ. ആ പലിശക്കാരൻ കുഞ്ഞുണ്ണി എന്നെ കണ്ടാ കൊന്നുകളെന്ന് പറഞ്ഞ് നടക്കുക. നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്കൊക്കെ നിക്കണോ? അത്യാവശ്യത്തിന് വാങ്ങിയതാ. പലിശ പെരി മല പോലെയായി. എന്താ ചെയ്യാ, കച്ചവടം മോശം. എന്റെ ഈ കഷ്ടപ്പാട് കണ്ട് മേലെ ഒരാളിരിപ്പുണ്ട്. ആ മോളിൽ ഒരാൾ ഉണ്ടെന്നുള്ള ബോധം വേണം. അപ്പൊ ഇത്തിരി മനസ്സമാധാനം കിട്ടും. മേളിലുള്ള ആളെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. എപ്പോഴാ ചതിക്കെന്നറിയില്ല. മഹാതിരിമാലിയാ. ആ വാടോ. അല്ല, ഇവിടെ വല്ലാത്തൊരു വാട. ആ വേലാതിന് വയറിളകി കാണും. ആ വാ. മരപ്പട്ടി